യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനമാണ് നിങ്ങളോട് പറയാനായിട്ട് എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 22-ാമത്തെ വചനം. എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടും ഇരിക്കുന്നു. അവർ കവർച്ചയായി പോയി ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി മടക്കി തരിക എന്നാരും പറയുന്നതുമില്ല. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജനതയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പ്രവാചക കണ്ണുകളിലൂടെ കാണിച്ചു കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അതെന്താണെന്ന് നമുക്ക് അല്പസമയം ധ്യാനിക്കാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. ഇവിടെ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറയുന്നൊരു ജനം മോഷ്ടിക്കപ്പെട്ടു പോയി, കവർച്ചയാകപ്പെട്ടു പോയി, അവർ കുഴികൾക്കകത്ത് കുടുങ്ങിപ്പോയി, കാരാഗ്രഹങ്ങൾക്കകത്ത് അടയ്ക്കപ്പെട്ടു പോയി. പ്രവാചകൻ ചോദിക്കുകയാണ്, സ്തോത്രം, ആരിവരെ വിടുവിക്കും? അടുത്തത് ചോദിക്കുകയാണ്, ആരിവരെ മടക്കിത്തരിക എന്ന് പറയും. പ്രവാചകൻ ചോദിക്കുകയാണ്, ഇവരെ വിടുവിക്കാൻ ആരുണ്ട്? ഇവരെ മടക്കി പ്രാപിക്കാൻ ആരുണ്ട്? ചോദ്യം, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറയുന്ന ഈ ജനത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ വിപത്ത് വന്നു? എന്തുകൊണ്ട് ഈ വിപത്ത് വന്നപ്പോൾ ദൈവം മൗനമായിരുന്നു? ആ ചോദ്യത്തിനൊക്കെ ഉത്തരം ഈ അധ്യായത്തിൽ തന്നെ ഉണ്ട്. മുകളിലത്തെ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവം ചതഞ്ഞ ഓട ഒടിക്കുന്ന ദൈവമല്ല, പുകയുന്ന തിരിയെ എന്ന് പറഞ്ഞാൽ, നീ ചതയപ്പെട്ടെങ്കിൽ നിൻ്റെ അടുക്കൽ ഞാൻ വന്നത് നിന്നെ ഒടിക്കാൻ വേണ്ടിയല്ല, നിൻ്റെ ചതഞ്ഞ അനുഭവത്തെ മാറ്റിപ്പണിയാൻ വേണ്ടിയാ. സ്തോത്രം. നീ പുകഞ്ഞിരിക്കുകയാണെങ്കിൽ നിന്നെ കെടുത്താനല്ല വന്നത്, പുകഞ്ഞിരിക്കുന്ന നിന്നെ ഒന്ന് ആളിക്കത്തിക്കാനാണ് ഞാൻ വന്നത്. ഇനി എന്താണ് ഇങ്ങനെ സംഭവിക്കുവാൻ കാരണമെന്ന് ചോദിച്ചാൽ 24-ാമത്തെ വാക്യത്തിൽ അതേ അധ്യായത്തിൽ പ്രവാചകൻ വെളിപ്പെടുത്തി തരുന്ന ഭാഗമുണ്ട്. ആ ഭാഗം ഒന്ന് പഠിക്കുമ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചക്കാർക്കും ഏൽപ്പിച്ചു കൊടുത്തവൻ ആർ? അത് ചോദിക്കുക. യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചയായും കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തതാര്? യഹോവ തന്നെയല്ലോ. യഹോവ തന്നെ അല്ലയോ? അവനോട് നാം പാപം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം. പ്രവാചകൻ ആത്മാവിൽ ചോദിക്കുകയാണ്, ഇവരിങ്ങനെ കൊള്ളയായി പോകാൻ, ശത്രു കൊണ്ടുപോകാൻ കാരണം എന്താ? ഇവർ ദൈവത്തിൻ്റെ കാവലിരുന്നവരല്ലേ, എന്തുകൊണ്ട് ഇവരെ കൊണ്ടുപോയി? സ്തോത്രം. അതിന് ഉത്തരം പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചയ്ക്കായും ഏൽപ്പിച്ചു കൊടുത്തവൻ ആർ? യഹോവ തന്നെ അല്ലയോ? അവനോട് നാം പാപം ചെയ്തു പോയി. അവന്റെ വഴികളിൽ നടപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവന്റെ വഴികളിൽ നടപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവന്റെ ന്യായപ്രമാണം അവർ അനുസരിച്ചിട്ടുമില്ല. ഈ വാക്യത്തിനകത്ത് ഇത് പ്രസംഗിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ കാവലുണ്ട്, സൂക്ഷിപ്പുണ്ടെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടും എന്തുകൊണ്ടാണ് അവർ മോഷ്ടിക്കപ്പെട്ട് ശത്രു അപഹരിച്ചുകൊണ്ട് പോയി അവരെ ഒരിക്കലും കയറി വരാൻ പറ്റാത്ത കുഴിക്കകത്തിട്ട് അവരെ കുടുക്കിൽ കയറ്റി ബന്ധിച്ച് എന്തുകൊണ്ടാണ് അവരെ തകർത്തതെന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞ വാക്യം ഞാൻ വെളിപ്പെടുത്തിയത്. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, സ്തോത്രം, ശത്രു ആരെയൊക്കെയോ കുരുക്കാൻ ശ്രമിക്കുന്നത് ആത്മാവി കണ്ടുകൊണ്ടാണ് ഈ ദൂത് ഇന്ന് എടുക്കുന്നത്. സ്തോത്രം. കുരുങ്ങിയവരോട് പറയാം, കുരുക്കഴിക്കാൻ ദൈവത്തിന് കഴിയും. ചിലരെ കുരുക്കാൻ നോക്കുന്നുണ്ട്. ഈ ജനം മോഷ്ടിക്കപ്പെട്ടു പോയി, അവർ കവർച്ചയായിപ്പോയി, അവർ കുരുങ്ങിപ്പോയി, അവർ കുഴികൾക്കകത്ത് ബന്ധിക്കപ്പെട്ടു പോയി. പ്രവാചകൻ ചോദിക്കുക, ആരിവരെ വിടുവിക്കും? സ്തോത്രം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നൊരു ദൂത് പറയാം. 2 ആത്മീക ദൂതുകൾ ഇതിനകത്ത് പറയാനുണ്ട്. 1, ആരോ നിന്നെ കുരുക്കാൻ ശ്രമിക്കുന്നു. 2, എന്നോ നീ കുരുങ്ങപ്പെട്ടു പോയി, എന്നാൽ നിന്നെ വിടുവിക്കാൻ ദൈവത്തിന് സമയമായി. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഞാൻ വേദപുസ്തക വെളിപ്പാടുകളിലോട്ട് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പം ബൈബിളിനകത്ത് ചിലരെയൊക്കെ ശത്രു കുരുക്കാൻ നോക്കിയപ്പം കുരുങ്ങിപ്പോയവരുണ്ട്. പക്ഷെ ചിലരെയൊക്കെ ശത്രു കുരുക്കാൻ നോക്കിയപ്പം കുരുക്കാൻ വന്നവൻ കുരുങ്ങിയതല്ലാതെ കുരുക്കപ്പെടേണ്ടവൻ കുരുങ്ങിയില്ല. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, ഈ നാളുകളിൽ ആർക്കൊക്കെയോ കുരുങ്ങിക്കിടക്കുന്ന വിഷയത്തിനകത്തുനിന്ന് തമ്പുരാൻ പുറത്തെടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ
ഒത്തിരി പേരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ളവർ, കഴിവുള്ളവർ, സ്തോത്രം, നല്ല കുടുംബശ്രേഷ്ഠതയുള്ളവർ. പലരും പറയാറുണ്ട്, എൻ്റെ കുഞ്ഞിന് 26 വയസ്സായി, 29 വയസ്സായി, 31 വയസ്സായി, 35 വയസ്സായി, വിവാഹം നടക്കുന്നില്ല. ചിലർ പറയും, ഞങ്ങളുടെ മോൻ കല്യാണം കഴിച്ചിട്ട് 15 വർഷമായി, തലമുറ ലഭിക്കുന്നില്ല. ഞാൻ കർത്താവിന് സ്തോത്രം, ഇന്നുവരെയും എൻ്റെ ബിസിനസ്സിന് അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല. എവിടോ ഒരു കുരുക്ക് കിടപ്പുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് പറയുക, നിന്നെ ശത്രു ഇട്ടിരിക്കുന്ന കുഴിക്കകത്തു നിന്ന് തമ്പുരാൻ ദിവസങ്ങളിൽ പുറത്തെടുക്കും. എത്ര പേരതിന് ആമീൻ പറയാൻ പറ്റും? എനിക്ക് ദൈവാത്മാവിലെ കാലപ്പഴക്കം ചെന്ന കുരുക്കുകളെ ആരഴിച്ചു പുറത്തെടുക്കുമെന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥനയോടെ ഇരുന്നാൽ ഇന്നത്തെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുതിയിട്ടോ, പല കുരുക്കുകളും അഴിയും. ഞാനിപ്പോൾ ഈ ദൂത് ഇന്ന് എടുക്കുവാൻ കാരണം പറയാം. സ്തോത്രം. ഞാൻ കുറേ നാൾ കൊണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ കാനഡയിലുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ഓർക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരു ദിവസം നമ്മുടെ വെനസ്ഡേ മീറ്റിങ്ങിൽ വന്ന് താനും ഭാര്യയും കുഞ്ഞും കൂടെ സാക്ഷി പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. സ്തോത്രം. അവർക്ക് ഒരു വലിയ കുരുക്ക് അവരുടെ ജീവിതത്തിൽ വന്നു. സ്തോത്രം. ആ കുരുക്കിൻ്റെ വിഷയത്തോട് ബന്ധപ്പെട്ട് അവർ കോർട്ടിൽ കഴിഞ്ഞ ദിവസം പോകുമായിരുന്നു. അപ്പോൾ സ്തോത്രം, രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കർത്താവ് ഈ വചനം തന്നു. ഞാൻ ആ വചനം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അത് നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനും വിടുതലാകും. ഇന്ന് വെള്ളിയാഴ്ചത്തെ ദൂത് മാറിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. പക്ഷേ ആ വചനം വെച്ച് പ്രാർത്ഥിച്ചു. വൈകിട്ട് അത്ഭുത വാർത്ത അറിഞ്ഞു. തന്നെ കുരുക്കാൻ ശ്രമിച്ചവൻ പരാജയപ്പെട്ടു. തന്നെ കോർട്ട് വെറുതെ വിട്ടു. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞു വരുന്നതെന്നറിയാമോ? 2 കാഴ്ചകൾ ദൈവം കാണുകയാ. നിന്റെ അഭിഷേകത്തെ കുരുക്കാൻ, നിന്റെ ദൈവകൃപയെ കുരുക്കാൻ, നിന്റെ സമ്പത്തിനെ കുരുക്കാൻ ശത്രു നിഗൂഢ പദ്ധതികളുമായി വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന നീ പറയണം, നിന്റെ പ്രാർത്ഥന വരത്തിൻ്റെ മുമ്പിൽ കുരുക്കുകൾ അഴിഞ്ഞു പോകും. ഓ ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 1-2 സംഭവങ്ങളെ മുമ്പിലോട്ടെടുത്ത്, ആ വാക്യങ്ങൾ എല്ലാം ഒന്നും പ്രസംഗിക്കത്തില്ല, എന്നാൽ ചില വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരണം. ഒന്നാമത്തെ കാഴ്ച, സ്തോത്രം, ഒരു കാരണവുമില്ലാതെ നിന്നെ കുരുക്കാൻ ചിലർ ശ്രമിക്കുന്നു. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ വളരെ പരിചിതമായൊരു വാക്യമാണ് ഇന്ന് നിങ്ങളോട് ആദ്യം പറയാനായിട്ട് എന്നോട് പരിശുദ്ധാത്മ പറയുന്നത്. 16-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അത് നിങ്ങൾക്ക് ഒത്തിരി പ്രാവശ്യം കേട്ട പരിചയമുള്ള വചനമാണ്. ആ വചനത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ദൂത് തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാം? എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സ്ത്രീ രംഗത്ത് വരികയാണ്. അവിടെ പേര് ദലീല എന്നാണ്. അഭിഷേകം ചുമന്നുകൊണ്ട് ഫെലിസ്ത്യർക്ക് പേടി സ്വപ്നമായ ശിംശോൻ എന്ന ദൈവമനുഷ്യൻ്റെ അടുക്കൽ വന്നിട്ട് ഈ സ്ത്രീ ചോദിക്കുക, നിന്റെ മഹാശക്തിയുടെ ഉറവിടം എവിടാ? ഏതിനാൽ നിന്നെ എനിക്ക് ബന്ധിച്ചൊതുക്കാം? ഞാൻ വചനം അറിയാവുന്നവരോട് ചോദിക്കട്ടെ, ഈ ബന്ധനവുമായിട്ട് സത്യത്തിൽ ഈ സ്ത്രീക്ക് ദൈവത്തിന് സ്വത്രം വല്ല കണക്ഷനുമുണ്ടോ? ഇല്ല. എന്നാൽ ഇവളെ ഒരു കൂട്ടർ കരുവാക്കുക. എന്താ? ഫെലിസ്ത്യരെന്ന് പറയുന്ന ദുഷ്ട മനുഷ്യര് ശിംശോനെ പേടി സ്വപ്നമായതുകൊണ്ട് അവനെ ഒതുക്കേണ്ടതിന് ഒരാളെ കയ്യിലെടുക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ നിന്നോണ്ട് ഒരു ആത്മീക ദൂത് പറയാം. ചിലരെ ഒതുക്കാൻ, ചിലരെ കയ്യിലെടുക്കുന്ന ശത്രുവിൻ്റെ തന്ത്രം പലരുടെയും ജീവിതത്തിലുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർത്തണം, അഭിഷേകം ചുമക്കുന്ന നിന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ നീ ഒതുങ്ങരുത്. അവൻ്റെ കുരുക്കിൽ ചെന്ന് കയറരുത്. നിനക്കതിൽ നിന്ന് വിടുതൽ വേണം. ഞാൻ ആ ഭാഗം പറഞ്ഞ ആ വിടുവാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം അവിടെ അല്ല നിൽക്കേണ്ടത്, നിൽക്കേണ്ട ഭാഗത്തോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ശിംശോൻ്റെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ അസാധാരണ അഭിഷേകത്തിന് അവൻ ഉടമയായിരുന്നു. ഇപ്പം ഞാൻ അഭിഷക്തന്മാരോടും അഭിഷേകം ചുമക്കുന്നവരോടും പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവരോടൊക്കെ ഒരു ദൂത് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ അഭിഷേകത്തെ ബന്ധിക്കാനാണ് പലരുടെ നോട്ടം. സ്തോത്രം. പക്ഷെ ബന്ധിക്കപ്പെട്ടു പോകരുത്. ശിംശോന് പറ്റിയതും നിനക്ക് പറ്റരുതെന്നൊരു ദൂതൂടെ ഇതിനകത്ത് പറയുക. പൗലോസ് ഗലാത്യ സഭയോട് പറയുമ്പോൾ ഒരു ദൂത്, നിങ്ങൾക്കറിയാവുന്നൊരു ദൂത് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ
സ്വതന്ത്രരാക്കി. എന്നിട്ട് ദൈവം തന്ന സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിന്നോണം. അതിൻ്റെ കാരണം എന്താണ്? അടിമനുകം നിന്നെ പിന്നെയും കുടുക്കാൻ നോക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്ന് നീ വിടുവിക്കപ്പെട്ടോ അത് പിന്നെയും നിന്നെ ബന്ധിക്കാൻ നോക്കുന്നുണ്ട്. ഞാനൊരു ദൂത് പറയാം. പല മാർഗങ്ങൾ വിട്ടിട്ട് യേശുവിനെ സേവിക്കാൻ ഇറങ്ങിയവളാ നമ്മളെ ഒരിക്കൽ കർത്താവ് വിടുവിച്ചു. ആ വിടുതലിൽ നിത്യത വരെ നിലനിൽക്കണം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിലനിന്നില്ലെങ്കിൽ നിന്നെ ഒതുക്കാൻ നോക്കുന്ന ശക്തികളുണ്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാ പറയുക, കാലങ്ങളായി ഒതുങ്ങിക്കിടക്കുന്ന ചിലതിനെ വിടുവിക്കാൻ ദൈവത്തിന് പ്ലാനാണ്. ഒരു ശബ്ദം കേൾക്കുന്നു, ആർ വിടുവിക്കും? ഓ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എന്തൊക്കെയോ നിയോഗങ്ങൾ നിന്റെ കുടുംബത്തിലുണ്ടാകാൻ പോകുകയാ. നിന്റെ സന്തതികളുടെ വിടുതൽ കാണാനുള്ള മഹാഭാഗ്യം ചില പേരൻസിനുണ്ടാകാൻ പോവുക. നിന്റെ വസ്തുക്കളുടെ വിടുതൽ നടക്കുവാനുള്ള സമയം അടുത്തു. നിന്റെ സന്തതിയുടെ യാത്രകൾ ഒരുങ്ങപ്പെടാനുള്ള സമയം അടുത്തു. ആർ വിടുവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥനാപരമുള്ള ചിലരിപ്പുണ്ട്. അവരെ കൊണ്ട് തമ്പുരാൻ